ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു മിനിസ് ട്യൂട്ടോറിയൽസ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വെച്ച് ഇങ്ങനെയാണ് ടാക്സബിൾ സാലറി നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇതാണ് ഇൻഫോർമേഷൻസ് തന്നിരിക്കുന്നത്. സുരേഷ് ഈസ് എ ഗവൺമെൻറ് എംപ്ലോയി. ഹിസ് സാലറി ഡീറ്റെയിൽസ് ഫോർ ദ പ്രീവിയസ് ഇയർ 2024-25 ആർ ആസ് ഫോളോസ്. Salary at rupees 16,500 per month, then DA at rupees 6,000 per month, entertainment allowance at rupees 1,500 per month. Compute his net income from salary for the assessment year 2024-25. എങ്ങനെയായിരിക്കും കമ്പ്യൂട്ട് ചെയ്യുന്നത്? അപ്പോൾ ഹെഡിങ് എഴുതാം, കമ്പ്യൂട്ടേഷൻ ഓഫ് salary income for the assessment year 2024-25. Then salary per month 16,500. Therefore 1 year 16,500 into 12 we get 1,98,000. 1,98,000. Then DA at rupees 6,000 into 12, that is 72,000. Then entertainment allowance നമ്മൾ ആദ്യം അത് ഇൻക്ലൂഡ് ചെയ്യുന്നു. സാലറി ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ entertainment allowance, that is 1,500 into 12 we get 18,000. The gross salary is equal to 2,88,000 gross salary. ഗവൺമെൻറ് എംപ്ലോയി ആണ്. അപ്പോൾ നമുക്ക് ഡിഡക്ഷൻസ് ഉണ്ട്. എൻ്റർടൈൻമെൻറ്റ് അലവൻസിൻ്റെ ഡിഡക്ഷൻസ് നമ്മൾ കണ്ടുപിടിക്കണം. ഗ്രോസ് സാലറിയിൽ നിന്ന് ഒന്നാമത്തെ ലെസ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ that is 50,000. Then less entertainment allowance. അതെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? entertainment allowance, calculation of entertainment allowance. Entertainment allowance first point, 1/5 of salary. Salary here means 1,98,000. 1,98,000 into 1/5, that is equal to 39,600. Then second one is actual amount received. എത്രയാണ് actual amount received? Actual amount received is 18,000. Then next one, rupees 5,000. whichever is less. ഇതിലേതാണോ ചെറുത് അതാണ് നമ്മൾ ഡിഡക്ഷൻ ആയിട്ട് എടുക്കേണ്ടത്. ദാറ്റ് മീൻസ് 5,000. അപ്പോൾ രണ്ട് ഡിഡക്ഷൻസ് ആണ് വരുന്നത്, സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും
അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഇൻ ദ കേസ് ഓഫ് ഗവൺമെൻറ് എംപ്ലോയീസിന്. ഇനി നമ്മൾ ലെസ് ചെയ്യുമ്പോൾ $2,33,000 that is the net income, salary income അല്ലെങ്കിൽ taxable salary. ഇങ്ങനെയാണ് ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് നമ്മൾ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. ആദ്യം നമ്മൾ സാലറി ഇൻകത്തിൽ നമ്മളത് കൺസിഡർ ചെയ്യണം. ദെൻ ദ ഡിഡക്ഷൻ അലൗ ചെയ്യണം. ഡിഡക്ഷൻ അലൗ ചെയ്യുന്ന നേരത്ത് 1/5 ഓഫ് ദ സാലറി ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് ഓർ 5,000 വിച്ച് എവർ ഈസ് ലെസ് ആ എമൗണ്ട് ആണ് കൺസിഡർ ചെയ്യേണ്ടത്. ഈ പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്തത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.